ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു നീതു ഇൻഡോ-ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാൻ ഓർത്തു നല്ല സ്പെഷ്യലായിട്ടൊരു റെഡ് കളറിലുള്ള ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ബീട്രൂട്ട് കേക്കിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് പറയാം. 250 ഗ്രാം ബീട്രൂട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത്, കുറച്ച് ബീട്രൂട്ട് ചെറിയ പീസസ് ആയിട്ട് ആക്കിയിട്ട് അത് വേവിച്ച് വെച്ചിരിക്കുന്നത്, 2/3 കപ്പ് ഷുഗർ വേണം, 1/2 കപ്പ് തൈര് വേണം, 1/2 കപ്പ് ഓയിൽ വേണം. ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ വേണം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വേണം, 1/2 കപ്പ് കൊക്കോ പൗഡർ വേണം, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം. ആദ്യമായിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലവർ ഇപ്പോൾ ടംബ്ലറിലേക്ക് ഇട്ടു, കൊക്കോ പൗഡർ ഈ ടംബ്ലറിലേക്ക് ഇട്ടു, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നിച്ചിട്ടു. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സിങ് നന്നായിട്ട് വരണം, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉണ്ട്. അത് ഈ പൊടിയുടെ എല്ലാ പാർട്ടിലും വരണം. ഇനി നമുക്ക് വിസ്ക് മാത്രം മതി, വേറെ ഹാൻഡ് ബീറ്ററോ ഒന്നും വേണ്ട ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു മിക്സി എടുത്തു. ആ മിക്സിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഒന്ന് ആഡ് ചെയ്യാം. അതായത് 250 ഗ്രാം ബീട്രൂട്ട് മാഷ് ചെയ്തെടുത്തത്, നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര, അര കപ്പ് തൈര്, എടുത്തു വെച്ചിരുന്ന ഓയിൽ, ഇത്രയും സാധനം നന്നായിട്ട് ഈ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇതിലേക്ക് 1/4 കപ്പ് പാലൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ല കളറല്ലേ, നോക്കി, നല്ല റെഡ് കളറ്. ഇപ്പോൾ നമ്മുടെ ഈ കേക്ക് മിക്സിലേക്ക് ഈ കുറേശ്ശെ കേക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചിടാം, എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പൊടികൾ മുഴുവൻ ഇട്ടു. ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ബീട്രൂട്ട് ആയതുകൊണ്ട് നല്ല കളറാണ്, നന്നായിട്ട് യോജിക്കണം ഇത്. കാരണം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇതുമെല്ലാം നന്നായിട്ട് യോജിച്ച് ഇതിലേക്ക് ചേരണം. കേക്കിനുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഞാനിത് കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്കിൻ്റെ ട്രേ എടുത്തു. അതിൻ്റെ അകത്തൊരു ബട്ടർ പേപ്പർ ഈ ഡയമീറ്റർ അനുസരിച്ച് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലിട്ടു. ഇതൊന്ന് ഗ്രീസ് ചെയ്തു. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിനകത്ത് ഒഴിക്കാം. നമ്മൾ ഈ ഡൗ മുഴുവൻ ഇതിനകത്ത് ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് ലെവലൈസ് ചെയ്യാം. നമുക്ക് ഇന്ന് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്ത് എയർ ബബിൾസ് എല്ലാം പുറത്ത് കളയാം. ഓക്കെ, ഇനി നമുക്കിത് 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് അവന് 35 to 40 മിനിറ്റ്സ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കുക്കിംഗ് റേഞ്ചിനകത്ത് 180 ഡിഗ്രിയിൽ 35 to 45 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ പാത്രം വെച്ച് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇതുപോലൊരു സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ആ പാത്രത്തിൻ്റെ അകത്ത് ഇറക്കി വെച്ച് അത് പക്ഷേ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെച്ച് 30 മുതൽ 45 മിനിറ്റ് വരെ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഇതിൽ തന്നെയാണ്, കുക്കിംഗ് റേഞ്ചിൽ തന്നെ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഒരു വീഡിയോ ഞാൻ അടുത്ത് താമസിക്കാതെ തന്നെ പുറത്ത് അല്ലാതെ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇടാവുന്നതാണ്. 45 മിനിറ്റ്സ് ആണ് പറയുന്നതെങ്കിലും ഒരിക്കലും നിങ്ങൾ
കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ട് 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ബെല്ലടിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞ് വരരുത്. എപ്പോഴും നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കണം ഇത് കറക്റ്റായോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഇപ്പം കുക്കിംഗ് ടൈം 35 to 45 മിനിറ്റ്സ് ആണ്. അത് നമുക്കിനി 35 മിനിറ്റ്സ് കഴിഞ്ഞ് കാണാം. കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 35 മിനിറ്റോളം എടുത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡെല്ലാം ഒന്ന് വിരിയിച്ച് കൊടുക്കാം. ചെറു ചൂടുണ്ട്. നല്ല ഡാർക്ക് മെറൂൺ കളർ നമുക്കിത് കട്ട് ചെയ്യാം. ബീറ്റ്റൂട്ട് കേക്ക് റെഡിയായിട്ട് വരുന്ന ഒരു പീസ് കട്ട് ചെയ്തെടുത്തു മാറ്റട്ടെ. നമ്മുടെ നല്ല ഡാർക്ക് കളറിലെ ബീറ്റ്റൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് വൈൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് ടെക്സ്ചറൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റാണ്. അത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിന് മുട്ട വേണ്ട. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം അടുത്ത ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.